വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി തൻ്റെ കൊച്ചു ടി വിയിലെ കഥ പറയുകയാണ്. സഹോദരിയുമായി ഞാൻ ഇന്നലെ പിണങ്ങി, അത് ഞാൻ അമ്മയോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ തന്നെ പറഞ്ഞു, അമ്മയെ ആ പിണക്കം മാറും, ഞാൻ നാളെ വയനാട് സന്ദർശിക്കാൻ പോകുന്നു, വയനാട്ടിലെത്തിയാൽ എൻ്റെ സഹോദരി എന്നോട് മിണ്ടുമെന്നാണ്. ഇതെല്ലാം അവിടെ കുടുംബം നഷ്ടപ്പെട്ട്, വീട് നഷ്ടപ്പെട്ട്, മക്കളെ നഷ്ടപ്പെട്ട്, ഭർത്താവിനെ നഷ്ടപ്പെട്ട്, ഭാര്യയെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ ജനങ്ങളുടെ മുൻപ് ഇതാണോ പറയാനുള്ളത്? വെറുതെ അല്ല ഇദ്ദേഹത്തെ പപ്പു എന്ന് വിളിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് എപ്പോഴും ജനങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരു രാഷ്ട്രീയ നേതാവ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം വയനാട് കണ്ടത്. കോൺഗ്രസ് അവിടെ 100 വീടുകൾ ഈ പറഞ്ഞ ദുരന്തബാധിതർക്ക് വേണ്ടി നിർമ്മിച്ച് നൽകുന്നു, അതിൻ്റെ ശിലാസ്ഥാപനം. അതിൽ തന്നെ നേരത്തെ കുറേ കള്ളം പറഞ്ഞു. വീട് പണി പൂർത്തിയായി നടക്കി ടി സിദ്ദിഖ് പറഞ്ഞു. പിന്നെ രാഹുൽ കൊണ്ടുപോയി, കുറച്ച് രാഹുൽ കൊണ്ടുപോയി, അങ്ങനെ മാങ്കൂട്ടം കൊണ്ടുപോയി. അപ്പോൾ പിന്നീട് ചോദിച്ചാൽ പറഞ്ഞു, ഇല്ല ഞങ്ങൾ തറക്കല്ലിടും, ആ തറക്കല്ലിട വരണമെന്ന് പറഞ്ഞു. ഇങ്ങനെ കുറേ തരുടേക്കയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് എത്ര വീടുകൾ പൂർത്തിയാവുന്നുള്ളത് നമുക്ക് ഇതിന് കാത്തിരുന്ന് കാണേണ്ടതാണ്. സർക്കാർ തന്നെ ഈ ദുരന്തം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ അവിടെ കുറച്ച് വീടുകൾ നിർമ്മിച്ചത്. അത് ആദ്യം ഒരു ഉദ്ഘാടനം തീരുമാനിച്ചു, പണി തീരാത്തതുകൊണ്ട് ഇപ്പോൾ മാറ്റി മാർച്ച് 1 ഇപ്പോഴും പണി തീർന്നിട്ടില്ല, പൂർത്തിയാവുന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ ഇത് ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം എന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും ഇടതിനും വലുതിനും വോട്ട് ശേഖരിക്കാനുള്ള ഒരു തന്ത്രമായി മാത്രം കണ്ടതാണ്. അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് രാഹുൽ ഗാന്ധിയും സൗകര്യം. വോട്ടും നോട്ടും രണ്ടുമുണ്ട്, വോട്ടും നോട്ടും ഉണ്ട്. വോട്ടിൻ്റെ മറവിൽ നോട്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക വാദ്രയും കൂടെ കഴിഞ്ഞ ദിവസം വയനാട് വന്ന് വലിയൊരു മാമാങ്കം നടത്തിയല്ലോ. അതിൽ ശ്രീ സൂചിപ്പിച്ചതുപോലെ ഈ ദുരന്തം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും അവരുടെ നിത്യജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ജീവിത സാഹചര്യം അവിടെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അവർക്ക് അടച്ചുറപ്പുള്ളൊരു വീട് ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാവരും നിർമ്മിച്ച് കൊടുക്കും എന്നൊക്കെ പറയുന്നത് സർക്കാരിൻ്റെ അടക്കം നടക്കുന്നുണ്ട്, പക്ഷേ അത് ആയിട്ടില്ല. മുന്നോട്ടുള്ള ഭാവി ഇരുളടഞ്ഞതാണ്. മാത്രമല്ല അവരുടെ ഉറ്റവരെ നഷ്ടപ്പെട്ട ദുഃഖം അവർക്ക് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇവർ കുട്ടികൾക്കൊണ്ട് ഒരു ഉത്സവം പോലെ ഒരു സമ്മേളനം നടത്തുകയും അവിടെ വന്നിരുന്ന് ഇയാൾ ഈ കോപ്രായം കാണിക്കുകയും ചെയ്തത് രാഹുൽ ഗാന്ധി. മാത്രമല്ല അതിൽ കണ്ട ചില വീഡിയോസൊക്കെ നമുക്ക് അറപ്പളമാക്കുന്നതാണ്. കാരണം ഇത് ഈ സ്ത്രീയുടെ, ഈ പ്രിയങ്കയുടെ കവിളൊക്കെ പിടിച്ച് വലിച്ച് ഒരുമാതിരി ഒരു ഉന്മാദാവസ്ഥയിലുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ പിടിച്ചു വലിച്ച് അവിടെ മാന്തുന്നു, അത് ചെയ്യുന്നത്. ഇതൊക്കെ കാണാനുള്ള വിധി കേരളീയർക്ക് അല്ലെങ്കിൽ അവിടെ വയനാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടായല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഇവരെന്താണ്, ഈ രാഷ്ട്രീയക്കാരെന്താണ് ധരിച്ചു വെച്ചത്? പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി എന്താ ധരിച്ചു വെച്ചത്? അയാളുടെ കുടുംബകാരൊന്നും വിളമ്പാനുള്ള സ്ഥലമാണ് ഇത്. ഇവർ തമ്മിൽ പണക്കവും വരുമൊക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ തീർത്തിട്ട് വരണം. അല്ലാതെ ഈ പറഞ്ഞ ഈ ദുഃഖത്തോടെ കഴിയുന്ന ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കാനായിട്ട് ഇതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാകത വന്നിട്ടില്ല. അതാണ് മെയിൻ പ്രശ്നം. വയസ്സ് 56 ആയെങ്കിലും പാകത വരാത്തതിൻ്റെ ഒരു പ്രശ്നം ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പറഞ്ഞതുപോലെ അബദ്ധങ്ങളും മണ്ടത്തനങ്ങളും ഒക്കെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇനി അത് ബോധപൂർവ്വമാണ് ചെയ്യുന്നറിയില്ല, പക്ഷേ ഈ സംഭവം കണ്ട് നമുക്ക് മനസ്സിലായി ഇയാൾ ശരിക്കും പൊട്ടനാണ് എന്നുള്ളത്. കാരണം ഏതെങ്കിലും സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ ഇത്തരത്തിലൊരു വേദിയിൽ പോയിട്ട് ഈ വേലകൾ കാണിക്കും? ഒരിക്കലും കാണിക്കില്ല. ഇല്ലെങ്കിൽ ഇയാളുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറ്റേ എന്താണ് രാജ കുടുംബമാണ്, പ്രധാനമന്ത്രി, അതെ അമ്മൂമ്മ പ്രധാനമന്ത്രി, അതുകൊണ്ട് ഞങ്ങളെ ഈ പറഞ്ഞ വിഷയം നമ്മൾ എവിടെ പോയി ഇങ്ങനെയൊക്കെ പറയും, നമുക്ക് അതിനുള്ള അധികാരമുണ്ട് എന്ന് കരുതി അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല. പക്ഷേ ഇദ്ദേഹത്തെ ഉപദേശിക്കുന്ന KC വേണുഗോപാൽ തൊട്ടടുത്തുണ്ടായിരുന്നു. പുള്ളിയെങ്കിൽ ഒന്നും ചൊറിഞ്ഞോ മാന്തിയോ ഒന്ന് ഓർപ്പിക്കണമായിരുന്നു, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് എന്ന് പറയാനുള്ള ബുദ്ധി KCക്ക് ഉണ്ടായില്ല. കാര്യം അങ്ങനെ പറഞ്ഞാലേ അയാൾ ഉൾക്കൊള്ളുകയില്ല, അത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ ഒരു 100 വീടുകൾ കോൺഗ്രസ് ഈ ദുരിതബാധിതർ ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്ന ആ പരിപാടി മൊത്തത്തിൽ ഈ ദുരന്തം അനുഭവിച്ച ആളുകളെ അപഹസിക്കുന്ന തരത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് പറയാം. ഈ കേരളത്തിലെ ജനങ്ങളും ഇങ്ങനെ നമ്മുടെ ചിന്തകൾക്ക് അതീതമായി വോട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതാണോ കാണുന്നത്? ഈ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കെല്ലാം ലഭിക്കുന്ന വലിയ ഭൂരിപക്ഷമാണ്. അവർ ലോക്സഭയിലെത്തിയാൽ ആ വയനാട് മണ്ഡലത്തിന് വേണ്ടി ഒരു ചോദ്യം ഉന്നയിക്കുകയോ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ലോക്സഭയിൽ ഉന്നയിക്കുകയോ ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ വയനാട് സന്ദർശിക്കുന്നത്, പണ്ട് തന്നെ വയനാട്ടിൽ ഒരു പരാമർശം ഉണ്ടായിരുന്നു, ഈ രാഹുൽ ഗാന്ധി വന്നതിനേക്കാൾ അവിടെ കാട്ടാന നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ രീതിയിലുള്ള പരാമർശം അവിടെ നിൽക്കെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്തുകൊണ്ടായിരിക്കും ജനങ്ങൾ നൽകുന്നത്? അതാണോ ഈ മുസ്ലിം ലീഗിന്റെ മതരാഷ്ട്രീയമാണോ ഇതിൽ പിന്നിൽ? അങ്ങനെ ഇവര് വയനാട്ടിൽ ജനക്കൊന്നും കൊടുത്തില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കലണ്ടർ കൊടുത്തല്ലോ.
2026 കലണ്ടർ എല്ലാവർക്കും കൊടുക്കാനായിട്ട് പ്രിയങ്ക ഗാന്ധി കൊടുത്തു വിട്ടു. അത് വലിയ കാര്യമില്ലേ? അല്ലെങ്കിൽ ഡേറ്റൊക്കെ അറിയാതെ പാവപ്പെട്ടവർ വലിയ കഷ്ടപ്പെട്ടു പോയത്. ഇവരൊക്കെ വർഷങ്ങളായിട്ട് ജയിച്ച അമേഠിയിലും മറ്റേ ബറേലിലും ഒക്കെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ 5ാമത്തെ വർഷമാണ് അവരുടെ പോകുന്നത്. അതുമായിട്ട് നോക്കുമ്പോൾ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും വലിയ കാര്യമല്ലേ? അപ്പോൾ ഇവിടെ ജയിക്കുന്നതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വയനാട് തിരുവനന്തപുരം എന്തുകൊണ്ടാണ് തിരഞ്ഞെടുക്കാത്തത്? അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗം തിരഞ്ഞെടുക്കുക എന്തുകൊണ്ടാണ്? വയനാട് എന്ന് പറയുമ്പോഴത്തേക്ക് മുസ്ലിം ഭൂരിപക്ഷ വോട്ടേഴ്സുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ജയിച്ച് വരാം എന്ന ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വയനാട് നിന്ന് മത്സരിച്ചത്. അല്ല വയനാടിലെ സ്നേഹം കൊണ്ടൊന്നുമല്ല. മാത്രമല്ല അവർക്കറിയാം വയനാട് എന്ന് പറയുന്നത് ഈ വയനാടെന്ന് പേരേ ഉള്ളൂ. അവിടെയുള്ള 3 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണ് ഇതിൽ വരുന്നത്. ബാക്കി മുഴുവൻ മലപ്പുറം. അതാണ് മലപ്പുറം. ഇതിൻ്റെ ഒരു 70% എന്ന് പറയുന്നത് മലപ്പുറത്താണ്. അതായത് ഇനി നമ്മുടെ ഏതാണ്ട് നിലമ്പൂർ കഴിഞ്ഞ് കൊട്ടോണ്ടിക്ക് അടുത്ത് വരെ വരുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ എൻമാസായിട്ട് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നത്. മുസ്ലിങ്ങളെ സമയത്ത് അവർക്ക് എല്ലാ കാലത്തും ഈ രാഹുൽ കുടുംബത്തോട് അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തോട് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പണ്ട് മുതലേ ഒരു അഭിനിവേശവും അതുപോലെ ഒരു സ്നേഹവും ഉണ്ട്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് അവർ താല്പര്യം സംരക്ഷിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി എപ്പോഴും വാദിക്കുന്നവരായതുകൊണ്ട് തന്നെ അവർ ഈ പറഞ്ഞ എൻമാസായിട്ട് കൈപ്പത്തിക്ക് വോട്ട് ചെയ്യും. അത് ആർക്കറിയാം? കോൺഗ്രസിനും അറിയാം. മറ്റെവിടെയെങ്കിലും നിർത്തി രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിച്ചാൽ തോറ്റു എന്നുള്ള പേടി കൊണ്ടാണ് മുമ്പ് വയനാട് മത്സരിപ്പിച്ച് രാഹുൽ ഗാന്ധി ജയിച്ചത്. രാഹുൽ ഗാന്ധി ജയിച്ച് പോയതോടുകൂടി അവർക്ക് ഉറപ്പായി ഇത് നമുക്ക് സുരക്ഷിതമായ സീറ്റാണ്. അതുകൊണ്ട് സൗകര്യം ഇന്ത്യയിൽ വേറെ അടുത്ത് മത്സരിച്ച് തോക്കും. അതുകൊണ്ട് ഇവിടെ വന്നു മത്സരിച്ച് ജയിച്ചു. അത് കഴിഞ്ഞ് ഇവരെന്ത് ചെയ്തു? വെട്ടിയും പാണ്ടോടുത്ത് അവരവരെ പാടുവാക്കി പോയി. ഇവർ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വയനാടെന്നൊരു വിഷയമേ അല്ല. അവർക്ക് അവരുടെ കാര്യങ്ങളാണ്. നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കലാണ്, ഇന്ത്യക്കെതിരെ പ്രകടനത്തിലാണ്, പാലസ്തീന് കീജയ് വിളിക്കലാണ് ഇവരെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ KPCC ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുകയും അവർക്ക് ഈ പറഞ്ഞാൽ ജനങ്ങൾക്ക് ഈ സഹായം ചെയ്യണം തോന്നിയതിൻ്റെ അടിസ്ഥാനം 100 വീടുകൾ ശിലാസ്ഥാപനം ചെയ്തു. ആ ശിലാസ്ഥാപനം ചെയ്യുന്നതിന് ഈ പറഞ്ഞ അവിടുത്തെ MP ആണല്ലോ സ്വാഭാവികമായിട്ടും പ്രിയങ്ക ഗാന്ധി, മറ്റേ ആൾ പഴയ MP. അപ്പോൾ രണ്ടുപേരും കൂടെ വന്നു ഈ പറഞ്ഞ പരിപാടി നടത്തി. പക്ഷേ ആ പരിപാടിയെ ഈ പറഞ്ഞതുപോലെ എന്താണ് ഇവരുടെ ഈ ഒരു പ്രകടനം കൊണ്ട് അതിൻ്റെ എല്ലാ മഹിമയും നശിപ്പിക്കുന്ന രീതിയിലായിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള സംഭവം. ഈ 42ാമത്തെ വയസ്സ് മുതൽ തന്നെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുകയാണ് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാകുമെന്ന്. ഇപ്പോൾ 55 കഴിഞ്ഞിരിക്കുന്നു. ഈ 60 കഴിയുമ്പോഴെങ്കിലും പ്രധാനമന്ത്രിയാകും. അല്ല, എപ്പോഴും ഒരു പ്രതീക്ഷ നല്ലതാണ്. നമ്മൾ പറയാറില്ലേ, പ്രതീക്ഷിക്കണം. പ്രതീക്ഷ കൈവിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ആത്മഹത്യ എനിക്ക് തോന്നും. അതുകൊണ്ട് അദ്ദേഹം പ്രതീക്ഷയോടെ ഇരിക്കട്ടെ, കോൺഗ്രസ് പാർട്ടി പ്രതീക്ഷയോടെ ഇരിക്കട്ടെ. ഇനിയും 5-5 വർഷം വീണ്ടും ഇതിനെ മാറി വന്നുകൊണ്ടിരിക്കുമല്ലോ. നമ്മുടെ ആയുസിനനുസരിച്ച് നമുക്ക് പ്രതീക്ഷിക്കാം. എത്ര വയസ്സിലായാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവണം എന്നുള്ള ആഗ്രഹം വെച്ച് പുലർത്തട്ടെ. ഇതുപോലെ ചില പ്രതീക്ഷകളും ആഗ്രഹങ്ങളും രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? അവരത് കണക്കാക്കി വോട്ട് ചെയ്യും. ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വിചാരിച്ചത് ഇപ്പം ജയിച്ച് വരാം എന്ന് കരുതി. നേരത്തെ ഉണ്ടായിരുന്ന 50 സീറ്റിൽ നിന്ന് അല്പം കൂടെ ഉയർന്ന് 99 സീറ്റ് ജയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി എന്തോ വലിയൊരു ആളായതിൻ്റെ രീതിയിലാണ് അയാളുടെ മൊത്തത്തിലുള്ള പെരുമാറ്റം എന്ന് പറയുന്നത്. അത് സഭയിലായാലും ശരി പുറത്തായാലും ശരി, ഞാനെന്തോ ആ സംഭവമാണെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ എന്താ അവസ്ഥ? ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള ഘടകകക്ഷികൾ പറയുന്നത് ഇയാളെ കൊണ്ട് നയിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ പുരോഗമനമുണ്ട് ഇന്ത്യ മുന്നണിക്കകത്ത്. പക്ഷേ ഇദ്ദേഹത്തിന് പുരോഗമനം, ഇദ്ദേഹം ഈ വരെ പക്ഷേ നാം ഈ 99 കണക്ക് പരിശോധിച്ചാൽ തന്നെ എത്ര ഇടങ്ങളിൽ ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിയും? ഇപ്പോൾ ഉത്തർപ്രദേശിലാണെങ്കിൽ എസ്പിയുടെ സഹായം, തമിഴ്നാട്ടിലാണെങ്കിൽ ഈ DMKയുടെ സഹായം, അങ്ങനെ സഹായം കൊണ്ടാണല്ലോ പലയിടത്തും വിജയിക്കാൻ. തീർച്ചയായിട്ടും അതാണ് കാലത്തിന്റെ കണക്കെഴുത്തെന്ന് പറയുന്നത്. കാരണം ഒരു കാലഘട്ടത്തിൽ പ്രാദേശിക പാർട്ടികൾ കോൺഗ്രസ് സഹായത്തോടെ വിജയിച്ചു വന്നിരുന്നെങ്കിൽ ഇപ്പോൾ പ്രാദേശിക പാർട്ടി സഹായത്തോടെ കോൺഗ്രസിന് നിലനിൽപ്പെന്ന് പറയുന്നത്. UP-യിൽ കുറച്ച് സീറ്റ് ജയിച്ചത് ഞാൻ അഖിലേഷ് യാദവിൻ്റെ പാർട്ടി സമാജ്വാദി പാർട്ടിയുടെ സഹായം കൊണ്ടാണ് ജയിച്ചത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടക്കണമല്ലോ. ഇവിടെ വലിയ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്, 45 സീറ്റ് നമുക്ക് വേണമെന്ന് DMK കൊടുക്കും. ഒരിക്കലും ഇല്ല. കാരണം വെച്ചാൽ ഒരു 4 സീറ്റ് കിട്ടിയാൽ പോലും അവർ ഭാഗ്യമാണ്. കാരണം ആ 4 സീറ്റും ജയിക്കാൻ പറ്റും. പലരും ഈ കോൺഗ്രസിന്റെ ചിലരുണ്ടല്ലോ, ഈ അടിമകളായുള്ളവർ പറയുന്നത് ഇപ്പോൾ 99 കിട്ടി അടുത്ത തവണ ഇതിനേക്കാൾ വർദ്ധിക്കും, ഞങ്ങൾ അധികാരത്തിൽ വരുന്നതാണ്. അത് നടക്കാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ തന്നെ പറഞ്ഞതുപോലെ തന്നെ പ്രാദേശിക പാർട്ടികളുടെ സഹായത്തോടു കൂടിയാണ് വിജയിച്ചത്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലുള്ള സീറ്റ് നഷ്ടപ്പെടാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ രാജസ്ഥാനിലായാലും മഹാരാഷ്ട്രയിലായാലും കേരളത്തിൽ നിന്ന് പോലും നഷ്ടപ്പെടും. അടുത്തതിൽ കേരളത്തിൽ നിന്നും ഇത്രയും സീറ്റ് കോൺഗ്രസിന് കിട്ടില്ല. UP-യിൽ കഴിഞ്ഞാണ് ജയിച്ചതിൻ്റെ കാരണം എന്താ? അവിടെ അവർ 2 വ്യാജ പ്രചരണങ്ങൾ നടത്തി. ഒന്നെന്ന് പറയുന്നത് അമിത്ഷായുടെ ഡീഫേക്ക് AI വീഡിയോ ഉണ്ടാക്കിയിട്ട് സംവരണം നിർത്തലാക്കാൻ പോകുന്ന ഒരു വീഡിയോ അവർ വ്യാപകമായിട്ട് അവിടെ പ്രചരിപ്പിച്ചു. രണ്ടാമത് എന്താ, 1 ലക്ഷം രൂപ വെച്ചിട്ട് സ്ത്രീകൾക്ക് അക്കൗണ്ട് ഇട്ട് കൊടുക്കുക, അതിൻ്റെ അപേക്ഷ എന്നും പറഞ്ഞൊരു ഉടായ്മ പരിപാടി കാണിച്ചു.
സ്ത്രീകളൊക്കെ ഈ അപേക്ഷയായിട്ട് പോയി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് അവിടെ കുറച്ച് സീറ്റുകൾ അധികം ജയിക്കാൻ കഴിഞ്ഞത്. ഇത് ചതിയാണെന്നുള്ളത് പിന്നീട് എന്ത് ചെയ്തു, അവിടെയുള്ള ആളുകൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി UP-യിൽ ഈ പരിപ്പിനി അവിടെ വേവില്ല. കേരളത്തിൽ സാഹചര്യം വളരെ മോശമാണ് കോൺഗ്രസ് സംബന്ധിച്ചിട്ട്. ഈ പ്രാവശ്യം 26 തെരഞ്ഞെടുപ്പിലും കൂടി കോൺഗ്രസിന് ഭരണത്തിൽ വരാൻ കഴിഞ്ഞില്ല എങ്കിൽ കോൺഗ്രസ് മുക്ത കേരളം മാറാനുള്ള ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത്. അപ്പോൾ ഈ 99 എന്നുള്ളത് ഒരു സീറ്റ് പോലും വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ള സാഹചര്യമല്ല ഇപ്പോൾ ഇന്നത്തെ രീതിയിൽ ഇന്ത്യയിലുള്ളത് എന്നുള്ളതാണ്. ഉള്ള ഇത് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇയാളുടെ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിൽ കാണിച്ച് ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിൽ, അത് ദുരിതത്തിൽപ്പെട്ടവരെ അപമാനിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളും ഇദ്ദേഹത്തിന് വരുന്നതിൻ്റെ കാരണം. ഇത് ഇനിയെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ മിനിമം ഇത്തരം പരിപാടി ഇയാളെ വിളിച്ച് ആ പരിപാടിയെ അലങ്കാരമാക്കരുത്. ഇവിടെ തന്നെ നേതാക്കളുണ്ടല്ലോ, അവരിത് ചെയ്താൽ മതിയാവുമായിരുന്നല്ലോ. എന്തിനായിരുന്നു ഈ തരിയുടെ പരിപാടികൾ ഈ ഞരമ്പരോ? മനോരമ സർവേ പരിഗണിക്കുമ്പോൾ രാഹുൽ ഗാന്ധി വളരെ മുന്നിലാണ്. പിന്നെ മോദി ആർക്കും ഇഷ്ടമല്ല, മോദി ഒരു മനുഷ്യന് ഇഷ്ടമല്ല, രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി. അങ്ങനെ എത്രയോ തവണ മനോരമ പ്രധാനമന്ത്രിയാക്കി അദ്ദേഹത്തെ. മനോരമയുടെ ആഫീസിൽ കോട്ടയത്ത് അവരുടെ ആഫീസിൽ പ്രധാനമന്ത്രിയായിട്ട് ഇരുത്താൻ ഇദ്ദേഹത്തെ കൊള്ളാം. അല്ല, ജനം ഒരിക്കലും അംഗീകരിക്കില്ല, ജനത്തിന് താല്പര്യമില്ല. കാരണം ഇതിനെയൊക്കെ പിടിച്ച് ഈ വന്നിരുന്ന ഈ കോപ്രായം കാണിച്ച് ഈ ആളിനെ പിടിച്ച് പ്രധാനമന്ത്രിയുടെ അവസ്ഥ എന്തായിരിക്കും ഊഹിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വെറും സ്വപ്നങ്ങളായി, മനോരമയുടെ സ്വപ്നമായിട്ട്, രാഹുൽ ഗാന്ധിയുടെ സ്വപ്നമായിട്ട്, കോൺഗ്രസിന്റെ സ്വപ്നമായിട്ട് അവിടെ നിൽക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.